ഹലോ ബഡീസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജെറാദ് പോൾ. അപ്പം എന്തേ നമ്മുടെ മുമ്പിലിരിക്കുന്ന സാധനം കണ്ട, ഇത് ബജാജിൻ്റെ പ്രിയ എന്ന് പറയും. പക്ഷേ ഇത് ശരിക്കും ബജാജിൻ്റെ പ്രിയ അല്ല, ഇത് ശരിക്കും മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് നിർമ്മിച്ച പ്രിയയാണ്. പക്ഷേ ബജാജ് പ്രിയ എന്ന് അതിനെ അറിയപ്പെടാം, പക്ഷേ ശരിക്കും ഇത് ബജാജിൻ്റെ പ്രിയ അല്ല കേട്ടോ. അതിൽ രണ്ട് കാരണമുണ്ട്. ഇവർക്ക് ഈ പ്രിയ പോലെ തന്നെ ഒരു വണ്ടിയുണ്ട്, ബജാജ് 150. അപ്പോൾ അതിൽ നിന്ന് എടുത്തതാണ് ഈ പ്രിയ എന്ന് പറയുന്ന സാധനം. പക്ഷേ ഇത് സെയിൽ ചെയ്തിരുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ സർവീസ് ചെയ്തിരുന്നതും ബജാജ് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ബജാജ് പ്രിയ എന്നൊരു പേര് വിളിച്ചു പോകുന്നത്. എന്നാലും ഇതിനെ ബജാജ് പ്രിയ എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. പക്ഷേ ഇത് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ സംഭവം ചെയ്തത്. അപ്പോൾ ഈ പ്രിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പ്രിയ എന്ന് പറഞ്ഞാൽ ഒരു ക്യൂട്ട് വണ്ടി, ചെറിയൊരു വണ്ടി, ചെറിയ ടയർ സൈസുള്ള ചെറിയൊരു വണ്ടി. എപ്പോഴും ഒരു വിൻറ്റേജ് വണ്ടികൾ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി, നല്ലൊരു ഫോട്ടോഷൂട്ടിനൊക്കെ കൊണ്ടുപോകാം. നല്ല കളറൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റൈല വണ്ടി. അതായത് ഒരു റെസ്റ്റോറൻറ്റ് മുമ്പിൽ വെക്കാനോ അല്ലെങ്കിൽ ഒരു കളക്ഷനായിട്ട് വെക്കാനോ എവിടെ വെക്കാനോ ഒന്ന് സെൻറ്റർ സ്റ്റാൻഡിട്ട് വെച്ചാൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നൊരു വണ്ടിയാണ് പ്രിയ എന്ന് പറഞ്ഞ സാധനം. കാരണം ഇത് പ്രിയ എന്ന് പറയുമ്പോൾ നമ്മുടെ 150 വെസ്പ 150യുടെ നേരെ ഒരു കോപ്പി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്മരണ വെച്ച് ഇതിന് നല്ലൊരു വിൻറ്റേജ് ഫീൽ കൊണ്ട് ഒരു ക്യൂട്ട് ലുക്ക് ഉണ്ട്. അങ്ങനെ ടോട്ടലി ഒരു നല്ലൊരു എന്താ പറയുക, ശ്രദ്ധ പെട്ടെന്ന് ആകർഷിക്കാൻ പറ്റിയൊരു കിഡിലെ സാധനമാണ് നമ്മുടെ ഈ പ്രിയ എന്ന് പറയുന്ന സ്കൂട്ടർ. അപ്പോൾ ഈ പ്രിയയുടെ എൻജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് വെസ്പ 150യുടെ എൻജിനാണ്. അത് നേരെ ബജാജ് ഉണ്ടാക്കിയ ആ 150 എന്ന് പറയുന്ന ആ സെയിം എൻജിനിൽ തന്നെയാണ് ഇവർ ചെയ്യണത്. അതുപോലെ ഇതിന് 3 ഗിയറുള്ളൂ. അതായത് ഇത് ഫാൻ വഴി തണുപ്പിക്കുന്ന 150 cc 2 സ്ട്രോക്ക് നല്ലൊരു പവർഫുൾ എൻജിനാണ്. അപ്പോൾ ഈ 150 ബജാജ് ഉണ്ടാക്കി, അതിനുശേഷം ഇവരിതുണ്ടാക്കി. ഇത് ഇറങ്ങിയതിന് ശേഷം ബജാജ് 150യെ നിർത്തി. കാരണം പിന്നെ ഇതിനായിരുന്നു സെയിൽ കൂടുതൽ. കാരണം ഇത്തിരി കൂടി ട്രിമ്മഡ് വേർഷനാണ് ഈ വണ്ടി, ഇത്തിരി ക്യൂട്ട് പെർഫോമൻസ്, അങ്ങനെ ടോട്ടാലിറ്റി ഇവനാണ് മുന്നിട്ട് നിന്നത്. അതുകൊണ്ട് ഈ സാധനമാണ് പിന്നീട് വിറ്റുപോയതും. അപ്പോൾ മുമ്പ് തന്നെ ബജാജ് നിർത്തി. പിന്നെ ഇത് ഇറങ്ങിയ കാലഘട്ടം എന്ന് പറയുകയാണെങ്കിൽ 1975 മുതൽ 92 വരെ നമുക്ക് ഈ വണ്ടി ലഭ്യമായിരുന്നു. പിന്നെ ഈ ചെതക്കൊക്കെ നല്ല വേറെ ടൈപ്പ് ഇറങ്ങിയപ്പോൾ ഇവൻ കുറച്ചൊന്ന് പതുങ്ങിപ്പോയി. പക്ഷേ ഇതിൻ്റെ ലുക്ക് കൊണ്ട് പിന്നീട് ചേതക്കിനൊക്കെ വെട്ടിച്ച് ഇവൻ വീണ്ടും വിൻറ്റേജിൽ ഇവൻ നല്ല രീതിയിൽ തന്നെ സ്ഥാനം പിടിച്ചു. നമുക്ക് ഈ വണ്ടിയുടെ പാർട്സുകൾ, ഇതിൻ്റെ വണ്ടിയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്തൊക്കെയാണ് ഇതിൻ്റെ പാർട്സുകൾ വരുന്നത്, എവിടേക്കാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇരിക്കുന്നത്, നമുക്ക് പ്രിയേനെ നമുക്കൊന്നും കൂടി അടുത്ത് കൂടുതലായിട്ടൊന്ന് പരിചയപ്പെടാം കേട്ടോ. ഓക്കെ, ഫസ്റ്റത്തെ കാര്യം ഇതിൻ്റെ ടയർ സൈസ് ചേതക്ക് പോലെയല്ല, 8 ഇഞ്ചാണ് ടയർ വരുന്നത്. പിന്നെ അത് ഇതിൻ്റെ മർമ്മപ്രധാനമായ കാര്യം എന്ന് പറയാം, മഡ് ഗാർഡ് ഉണ്ട, അതായത് ഉരുട്ടി മഡ് ഗാർഡ് എന്ന് പറയും. പിന്നെ അത് നോസ് ടൈപ്പാണ്. പിന്നെ അത് പ്രിയ എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. അതായത് ഇത് നമ്മുടെ VCSC, നമ്മുടെ കേരള ക്ലാസിക് സ്കൂട്ടേഴ്സ് ക്ലബിൻ്റെ ഒരു ഇത്. പിന്നെ മുകളിലേക്ക് വരാണെങ്കിൽ അടുത്തൊരു സംഭവം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലൈറ്റിൻ്റെ വട്ടം അത് വളരെ ചെറുതാണ്. ഈ ഒരു സംഭവം ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ്. പിന്നെ അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മീറ്റർ, വട്ടത്തിലുള്ള മീറ്റർ ആട്ടോ. അതൊക്കെ സ്പീഡോമീറ്റർ, ഓഡോമീറ്ററൊക്കെ വട്ടത്തിലാണ്. ഈ ഹാൻഡിൽ തന്നെ ചെറുതാണ്, കുട്ടി ഹാൻഡിൽ എന്ന് പറയും. ഇത് വാങ്ങിച്ച് ആൾക്കാർ കുറേ ഇതുമായി പിടിപ്പിക്കാറുണ്ട്. ചേതക്കിനെ മാറ്റി പ്രിയാക്കാൻ വേണ്ടി ഈ ഹാൻഡിൽ മാത്രം വാങ്ങിക്കും. അതുപോലെ മഡ് ഗാർഡ്, ബാക്കിലെ സൈഡ് കവർ, അതൊക്കെ വാങ്ങിച്ച് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ഈ സൈഡിലാണ് ഇതിൻ്റെ ഗിയറിൻ്റെ സംഭവം വരുന്നത്. ഇതിന് 3 ഗിയറുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഇതിൻ്റെ ക്ലച്ച് വരുന്നത് 3 ഗിയർ, മറ്റേതിനൊക്കെ 4 ഗിയറാണ്. പിന്നെ സൈഡിലേക്ക് വരാണെങ്കിൽ ഇതിൻ്റെ മെയിൻ കാര്യം സൈഡ് കവർ, ഉരുണ്ട സൈഡ് കവർ ഉണ്ടോ. പിന്നെ ഇതിൻ്റെ ഉൾവശം പറയുകയാണെങ്കിൽ തുറക്കാൻ കിട്ടുന്നില്ല, തുറക്കാൻ കിട്ടി. ഇതിൻ്റെ ഉൾവശത്താണ് ഇതിൻ്റെ ഒരു ചെറിയ ലഗേജ് സംഭവങ്ങളൊക്കെ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഉൾവശം കേട്ടോ. ഓക്കെ, പിന്നെ ബാക്കിലേക്ക് പെട്രോൾ ടാങ്കാണ് ഈ വരുന്നത്. ടാപ്പ്, അതിൻ്റെ അടപ്പൻ 6 ലിറ്ററാണ് ഇതിൻ്റെ പെട്രോളിൻ്റെ ഇത് വരുന്നത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ബ്രേക്ക് ലൈറ്റാണ്, ഈ വണ്ടിയുടെ അത് പോയി കിടക്കാണ്. പിന്നെ ഇതിന് വിൻറ്റേജ് നമ്പറാണ് KER. പിന്നെ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് വരാണെങ്കിൽ അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡ് കവിള് ഏറ്റവും ഭംഗിയുള്ള ഉരുണ്ട സ്ഥലം, ഇവിടെയാണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്. നമുക്ക് പിന്നെ ഇതിൻ്റെ ഒരു കാര്യം, ഇത് ചോക്ക് കേബിളിൻ്റെ സംഭവമാണ്. ഇത് പെട്രോൾ റിസർവ്, മെയിൻ, ഓഫ്, അതിൻ്റെ ഒരു റാഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അത് പൊടിഞ്ഞു പോയി.
പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലിവർ, അതുപോലെ ഹോൺ, എൻജിൻ ഓഫ്, ഡിമ്മ്, ബ്രൈറ്റ്, ലൈറ്റ്, ആ സ്വിച്ചുകളൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ അതെ ഇവിടെയാണ് ഇതിൻ്റെ ഹാൻഡിൽ ലോക്ക് വരുന്നത് കേട്ടോ. ഹാൻഡിൽ ലോക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ വണ്ടിയെ നമുക്ക് ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാനുള്ള രീതി. നമുക്ക് ഇനി അതിൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ സൈഡ് ഒന്ന് തുറന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ എൻജിൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് സാധാ 150 പോലെ തന്നെ ജസ്റ്റ് നമ്മൾ പ്രിയയുടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്. നമ്മളത് ക്ലീൻ ചെയ്തിട്ടില്ല, പക്കയാണ്, സ്റ്റോക്ക് എൻജിനാണ്, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 150 പ്ലാറ്റിനം പോയിൻ്റാണ്, 150 cc, 2 സ്ട്രോക്ക് എയർ. ഫാൻ കറക്കി എൻജിൻ തണുപ്പിക്കുന്നു, ആ സിസ്റ്റമാണ് ഇതിൽ വരുന്നത് കേട്ടോ. നമ്മൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഊരിയെന്നുള്ളൂ. അപ്പോൾ ഈ വണ്ടി മഹാരാഷ്ട്രയിൽ പൂനെയിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണം. അപ്പോൾ ആദ്യമൊക്കെ നല്ല രീതിയിൽ വിൽപ്പന നടന്നെങ്കിലും പിന്നീട് പതുക്കെ ഡൗൺ ആയി, ചേതക്ക് ഇങ്ങോട്ട് അടിച്ചു കയറിപ്പോയി. പിന്നെ 92 ഇവർ അവസാനിപ്പിച്ചു. പിന്നെ ഒന്നും അധികം ഈ 3 ഗിയർ ആയതുകൊണ്ട് തന്നെ ഈ വണ്ടി കുറേ പേര് വിസമ്മതിച്ചിരുന്നു എടുക്കാനായിട്ട്. പക്ഷേ 3 ഗിയറാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇപ്പോൾ ഈ സംഭവം 3 ഗിയർ ഉള്ളതൊരു എടുത്തു പറയുന്നൊരു കാര്യമാണ്. എനിക്ക് ഈ വണ്ടി പറയാൻ കിട്ടിയതായിരുന്നു. പക്ഷേ അന്ന് 3 ഗിയർ ആയതുകൊണ്ടും ചക്രം ചെറുതായതുകൊണ്ടും ഞാൻ ഈ വണ്ടി വേണ്ടാന്ന് വെച്ചു. പക്ഷേ അത് പിന്നീട് എനിക്കൊരു അബദ്ധമായി തോന്നി. പക്ഷേ അത് കയ്യിൽ നിന്ന് പോയി. പക്ഷേ 3 ഗിയർ തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഇതിൻ്റെ BHP പറയുകയാണെങ്കിൽ 6.3 ഇതിൻ്റെ BHP വരുന്നത്. 2 സ്ട്രോക്കാണ്, പ്ലാറ്റിനം പോയിൻറ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ വണ്ടി ഒന്ന് സൈഡിലാണ് ഇതിൻ്റെ ചാവി വരുന്നത്. ഇതാണ് ഇവിടെ ചാവിയുടെ പരിപാടി. ഇവിടെ ചാവി അടിച്ച് നമുക്ക് ഓണാക്കി നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി നോക്കട്ടെ ഈ വണ്ടി. നമുക്ക് ഇതിൻ്റെ നോട്ടൊന്ന് കേൾക്കാം. അപ്പോൾ നമ്മൾ വണ്ടി ഇതേ ഇവിടെ ചാവി തിരിച്ച് ഓണാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ചെരിക്കണം, ചെരിച്ചിട്ട് നമുക്കിത് സ്റ്റാർട്ടാക്കി നോക്കാം. ഒറ്റയടിക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ പോകണ്ട. പെട്രോൾ കഴിഞ്ഞാണോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രിയയുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്രിയ ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇടിവാള് വീഡിയോസ്, നല്ല വീഡിയോസ് പിന്നാലെ വരുന്നതാണ്. എല്ലാവർക്കും കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.